സർ, ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നീണ്ടപ്പോൾ കേട്ട ഒരു പേരാണ് ഉക്കാസ. തുർക്കിയിൽ നിന്നാണ് ഉക്കാസയുടെ നിയന്ത്രണം. ഉക്കാസ വ്യക്തിയാണോ ഗ്രൂപ്പാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ ഉണ്ടോ അതിന്? എനിക്ക് അത് ഗ്രൂപ്പാണെന്ന് സംശയമില്ലായിരുന്നു. വ്യക്തിയാണെന്ന് ആദ്യമേ ഇവിടെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ ഉക്കാസയിലേക്ക് വരും മുമ്പ് എന്നയുടെ ഇപ്പം അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡോക്ടർമാരുടെ സംഘത്തിനെ വിദേശത്ത് നിന്ന് നിയന്ത്രിച്ചിരിക്കുന്ന 3 പേരുകൾ ആണുള്ളത്. ഹൻസുള്ള, നിസാർ, ഉക്കാസ. ഹൻസുള്ള, നിസാർ, ഉക്കാസ. അപ്പോൾ ഈ ഹൻസുള്ള എന്ന് പറയുന്ന ആള് ഇത് 3 പേരാണോ 3 ഒന്നാണോ എന്നൊക്കെ നോക്കണം. ഈ ഹൻസുള്ള എന്ന് പറഞ്ഞ ഹാൻഡ്ലർ, വിദേശത്ത് നിന്നുള്ള ആള്, അയാളാണ് ഈ ഡോക്ടർ മുസമ്മിൽ ഗനായിക്ക് 42 ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു കൊടുത്തിരുന്നു. എങ്ങനെ നിർമ്മിക്കുക, എങ്ങനെ ഉണ്ടാക്കാന്ന്, തന്നെത്താനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുമ്പ് രാമേശ്വരം കഫേ സ്ഫോടനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് ഇതിന് ബന്ധം വരുന്നുണ്ട്. അതിപ്പോ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോ 42 ബോംബ് നിർമ്മാണ വീഡിയോകൾ മുസമ്മിൽ ഗനായി, ഡോക്ടർ മുസമ്മിൽ ഗനായിക്ക് അയച്ചു കൊടുത്തത് ഹൻസുള്ള ആണെന്ന് മുസമ്മിലിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 3 വിദേശി പേരുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്: ഹൻസുള്ള, നിസാർ, ഉക്കാസ. ഇവര് എൻക്രിപ്റ്റഡ് ആപ്പുകൾ എന്ന് പറഞ്ഞാൽ രഹസ്യം പുറത്തറിയാതെ പിന്നീടും മൊബൈലിൽ നിന്നൊക്കെ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ആപ്പുകൾ ആണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 42 വീഡിയോകൾ, ബോംബ് നിർമ്മാണ വീഡിയോകൾ എന്തുകൊണ്ടാണ് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ രാമേശ്വരം കഫേ സ്ഫോടനത്തിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഡു ഇറ്റ് യുവർ സെൽഫ് ബോംബിങ്സ് എന്ന് പറയും. നിങ്ങൾ തന്നെ ബോംബുണ്ടാക്കി ആക്രമണം നടത്തുക എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.